നമ്മുടെ ക്ഷേത്രങ്ങളെയും അതിൻ്റെ ആചാരങ്ങളെയും പറ്റി പറയണമെന്ന് കുറച്ച് ദിവസമായി വിചാരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, കേദാർനാഥ് ക്ഷേത്രത്തിൽ വർഷത്തിൽ 6 മാസം മാത്രമേ മനുഷ്യർക്ക് ദർശനമുള്ളൂ. അതേപോലെ അമർനാഥ് ക്ഷേത്രത്തിൽ വെറും 2 മാസത്തോളമേ ദർശനമുള്ളൂ. ഇങ്ങ് കൊട്ടിയൂരിൽ വെറും 28 ദിവസമേ ദർശനമുള്ളൂ. ശബരിമലയിലും വളരെ കുറഞ്ഞ ദിവസങ്ങളേ ദർശനമുള്ളൂ. പറഞ്ഞു വരുന്നത്, ഭാരതത്തിലെ ഓരോ ക്ഷേത്രത്തിലും ഓരോ ആചാരങ്ങളാണ്. ഒരു ക്ഷേത്രത്തിലുള്ള ആചാരം മറ്റു ക്ഷേത്രങ്ങളിൽ കാണില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ നേരെ വിപരീതവുമായിരിക്കും. അത് ഭാരത സംസ്കാരത്തിന്റെ ഭംഗിയാണ്. കേദാർനാഥിലെ പരമേശ്വരനെ നമ്മൾ ഭോലേനാഥ് എന്നാണ് വിളിക്കുക. എന്നാൽ കൊട്ടിയൂരിലെ പരമേശ്വരനെ പെരുമാളെന്നും ഓടക്കാട്ടിലച്ചൻ എന്നുമൊക്കെ നമ്മൾ വിളിക്കുന്നു. രണ്ടും പറയുമ്പോൾ ശിവക്ഷേത്രമാണ്. എന്നാൽ രണ്ടിടത്തെയും ആചാരങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. കേദാർനാഥിൽ നമുക്ക് ഉച്ചത്തിൽ നമശിവായ പോലെയുള്ള മന്ത്രങ്ങൾ ജപിക്കാം. എന്നാൽ ഓടക്കാട്ടിലച്ചന്റെ മണിത്തറയിൽ കയറുമ്പോൾ നാമജപത്തിന്റെ ശബ്ദം പോലും പുറത്തു വരരുത് എന്നാണ് അവിടുത്തെ നിയമം. അത്ര നിശബ്ദതയാണ് അവിടെ വേണ്ടത്. അമ്പലപ്പുഴയിലെ ശ്രീകൃഷ്ണനല്ല ഗുരുവായൂരിലെ മഹാവിഷ്ണു. ലോകനാർക്കാവിലെ ദേവിയല്ല കളിയാംവള്ളിയിലെ ദേവി. കളിയാംവള്ളിയിലെ രീതിയല്ല പിഷാരികാവിൽ. പിഷാരികാവിലെ രീതിയല്ല ആറ്റുകാലമ്മയ്ക്ക്. ആറ്റുകാലമ്മയ്ക്ക് പ്രായഭേദമന്യേ സ്ത്രീകളാണ് പൊങ്കാലയിടുക. എന്നാൽ ശബരിമലയിൽ എല്ലാ സ്ത്രീകൾക്കും പ്രവേശനമില്ല. കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാം. എന്നാൽ ഗൂഢമായ പൂജകൾ നടക്കുന്ന സന്ദർഭങ്ങളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിഷിദ്ധമാണ്. ആറ്റുകാലിൽ കയറുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ശബരിമലയിൽ ആയിക്കൂടാ എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല എന്ന് സാരം. എന്നാൽ ഇന്ന് പലയിടത്തെയും അവസ്ഥ അങ്ങനെയല്ല. എല്ലാ ക്ഷേത്രങ്ങളെയും ഒരേപോലെ കാണുന്നു പലരും. തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടും മേളവും ലോകനാർക്കാവിലെ പൂരത്തിനും കൊണ്ടുവരാൻ ശ്രമിക്കരുത്. മാടായിക്കാവിലമ്മയുടെ ഇഷ്ടങ്ങൾ കൊടുങ്ങല്ലൂർ അമ്മയുടേതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. കാരണം ഓരോ ദേവതയുടെയും ഭാവവും സങ്കല്പവും പ്രകൃതിയുടെയും ഭൂമിശാസ്ത്രത്തിന്റെയും ഉപാസകന്മാരുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ മാറിവരും. അയോധ്യയിലെ ശ്രീരാമചന്ദ്രനും തിരുവങ്ങാട്ടെ ശ്രീരാമചന്ദ്രനും ഒരേ നേദ്യം പോലും ആയിരിക്കണം എന്നില്ല. അത്ര വ്യത്യസ്തമാണ് ഓരോ ക്ഷേത്രങ്ങളും. അതുകൊണ്ടാണ് നമ്മൾ ഒരേ ദേവനെ കാണാൻ തന്നെ പല ക്ഷേത്രങ്ങളിൽ പോകുന്നത്. പ്രതിഷ്ഠയും പ്രകൃതിയും അത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു. ഭഗവാൻ ശ്രീരാമചന്ദ്രനെ കാണാൻ അയോധ്യയിലും തൃപ്രയാറിലും തിരുവല്ലാമലയിലും ഒക്കെ പോകുന്നത് അതുകൊണ്ടാണ്. ഈ തിരിച്ചറിവ് നമ്മൾ ഭക്തർ മനസ്സിലാക്കണം. ഓരോ ക്ഷേത്രത്തിലും ദർശനത്തിന് പോകുന്നതിന് മുൻപേ എന്താണ് അവിടുത്തെ പ്രതിഷ്ഠ, എങ്ങനെയാണ് അവിടുത്തെ രീതികൾ ഒക്കെ മനസ്സിലാക്കി വേണം ദർശനം നടത്താൻ. നമ്മളുടേത് വൈദേശിക മതങ്ങളുടെ സമ്പ്രദായമല്ല. ഇവിടെ വിവിധതയാണ് സൗന്ദര്യം. നിങ്ങളുടെ കുലദേവതയും എൻ്റെ കുലദേവതയും ഭുവനേശ്വരി ആയിരിക്കും. എന്നാൽ എൻ്റെ ഭുവനേശ്വരിയുടെ ആരാധനാ രീതികൾ ആയിരിക്കണമെന്നില്ല നിങ്ങളുടേത്. കാരണം എൻ്റെ ദേവത എൻ്റെ കുടുംബത്തിന്റെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ടതാണ്. എൻ്റെ കുടുംബത്തിന്റെ സങ്കല്പമാണ്. നിങ്ങളുടെ ദേവത നിങ്ങളുടെ കുടുംബത്തിൻ്റെതും. ദയവ് ചെയ്ത് എല്ലാം ഒന്നാണെന്ന് പറയരുത്. ഒന്നല്ല, എല്ലാം വേറെ വേറെ തന്നെയാണ്. എല്ലാം ഒന്നാണെങ്കിൽ ഇനി മുതൽ ഗുരുവായൂരിൽ മാത്രം പോയാൽ മതിയല്ലോ, ശബരിമലയിൽ പോകേണ്ടല്ലോ. ഓരോ ക്ഷേത്രങ്ങളുടെയും ദേവതകളുടെയും പ്രതിഷ്ഠ, ചൈതന്യം, ഭാവം, മന്ത്രങ്ങൾ, ഉപാസനകൾ, നൈവേദ്യങ്ങൾ, അങ്ങനെ എല്ലാം വ്യത്യസ്തമാണ്. ഈ വിവിധത, ഈ മനോഹാരിത മനസ്സിലാക്കാത്തവനാണ് ഇന്ന് പല ക്ഷേത്രങ്ങളിലും പോയി ബഹളം ഉണ്ടാക്കുന്നത്, പലയിടത്തും പോയി ആചാര ലംഘനങ്ങൾ നടത്തുന്നത്. ക്ഷേത്രം എന്നത് ഒരു സംസ്കാരമാണ്. അതിലെ ശാസ്ത്രീയതയൊന്നും തേടിപ്പോകണമെന്നില്ല. കാരണം അതിന് സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ട്. സാമ്പത്തികമായും സാംസ്കാരികമായും ശാരീരികമായും മാനസികമായും ഒക്കെ അത് മനുഷ്യനിൽ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത്. ക്ഷേത്രം എന്ന സംസ്കാരത്തെ അറിഞ്ഞാചരിക്കണം. ആചാരങ്ങളെ യാന്ത്രികമായി പിന്തുടരുമ്പോൾ അത് അനാചാരത്തിന് തുല്യമായി മാറാം. ക്ഷേത്രങ്ങളിൽ പോയി ആചാര ലംഘനം നടത്തിയാൽ ദൈവം കോപിക്കുകയൊന്നുമില്ല. ഭക്തനെ ശിക്ഷിക്കുക എന്നത് ഹിന്ദു ദൈവങ്ങളുടെ സ്വഭാവവുമല്ല. എന്നാൽ ക്ഷേത്രങ്ങളിൽ പോയി ആചാര ലംഘനം നടത്തിയാൽ മനുഷ്യകോപം ഉണ്ടാകും, ഉറപ്പ്. കൊട്ടിയൂരിലെ തിരുവഞ്ചിക്കുളത്ത് പോയി ബഹളം ഉണ്ടാക്കുന്നവന് പരമേശ്വര കോപമല്ല മനുഷ്യകോപമാണ് ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഓരോ ക്ഷേത്രവും പ്രകൃതിയാണ്. ക്ഷേത്ര വികസനം എന്ന പേരിൽ പ്രകൃതിയെ നശിപ്പിക്കുന്നതും പ്രകൃതിയിൽ ബുദ്ധിമുണ്ടാക്കുന്നതുമൊക്കെ തുല്യമായ കോപങ്ങൾക്ക് കാരണമാകും. ആചാരങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞു പിന്തുടരാൻ ശ്രമിക്കുക. എപ്പോഴും നമ്മൾ സമാധാനം കിട്ടാൻ വേണ്ടി ക്ഷേത്രത്തിൽ പോകും. അഥവാ ഒരാൾ അതിബുദ്ധിയിലൂടെ നമ്മളുടെ മുന്നിലെങ്ങാൻ കയറി എന്ന് കരുതുക. അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ സകല സമാധാനവും അതോടെ പോകും. അതുവരെ ജപിച്ച നാമം നിർത്തി തെറി പറയാൻ തുടങ്ങും. എത്രയോ ദൂരത്തു നിന്നും യാത്ര ചെയ്തിട്ടായിരിക്കാം ഭഗവാനെ കാണാൻ എത്തിയത്. എന്നാൽ മുന്നിൽ ഒരാൾ കയറിയതോടെ ഇനി ഭഗവാനെ കണ്ടില്ലേലും സാരമില്ല, മുന്നിൽ കയറിയവനെ പിന്നിലാക്കിയിട്ട് തന്നെ കാര്യം എന്ന മാനസികാവസ്ഥയിൽ എത്തും നമ്മൾ. സത്യത്തിൽ നമ്മൾ എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത് എന്ന് ക്ഷേത്രത്തിലേക്കുള്ള യാത്ര പുറപ്പെടുന്നതിന് മുൻപൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടും അങ്ങനെ ഒരിക്കൽ കൂടി ആലോചിക്കുന്നതും നല്ലതാണ്. ഇതൊക്കെ അടുത്ത തവണത്തെ ക്ഷേത്ര ദർശനത്തെ വളരെയധികം സഹായിക്കും. അറിഞ്ഞാചരിക്കുമ്പോഴാണ് ആത്മീയത ആനന്ദമായി മാറുക. അറിഞ്ഞാചരിക്കുമ്പോഴാണ്
മുന്നിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആത്മീയതയായി അനുഭവിക്കുക. ഇനി മറ്റൊരു സങ്കടം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ക്ഷേത്രം സംരക്ഷിക്കാൻ ഭക്തന്റെ പൈസ വേണം. ക്ഷേത്രത്തിലെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ ഭക്തൻ സമരം ചെയ്യണം. ക്ഷേത്ര സ്വത്തുക്കൾ കയ്യേറുന്നുണ്ടോ എന്ന് ഭക്തൻ ശ്രദ്ധിക്കണം. ക്ഷേത്ര സമ്പത്ത് കട്ടുകൊണ്ടു പോകുന്നത് തടയാൻ ഭക്തൻ തന്നെ കോടതിയിൽ പോകണം. അങ്ങനെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതെല്ലാം പാവം ഭക്തന്റെ തന്നെ കടമയാണ്. എന്നാൽ ഭക്തൻ ക്ഷേത്രത്തിൽ ചെന്നാൽ അവന് പുല്ലുവിലയും. ഭരിക്കാൻ രാഷ്ട്രീയക്കാരും മുതലാളിമാരും, ഭരിക്കപ്പെടാൻ പാവം ഭക്തരും, തല്ലുകൊള്ളാൻ ചെണ്ട, പണം വാങ്ങാൻ മാരാർ എന്ന് പറഞ്ഞതുപോലെ ഓരോ പ്രാവശ്യം ഗുരുവായൂരിൽ ക്യൂ നിൽക്കുമ്പോഴും വിചാരിക്കും ഇനി ഇങ്ങോട്ട് വരില്ലെന്ന്. ആരോട് പറയാൻ? നമ്മൾ വീണ്ടും പോകും. മണിക്കൂറുകളോളം കാത്തു നിൽക്കും ദർശനത്തിന് വേണ്ടി. കഴിയുന്നത്ര വഴിപാടുകൾ കഴിക്കും, ദക്ഷിണ കൊടുക്കും. തിരിച്ചു ഭക്തന് കിട്ടുന്നതോ സെക്യൂരിറ്റി ഏമാന്മാരുടെ തെറിവിളിയും തള്ളലും. ഇവർ ചീത്ത പറഞ്ഞ് ഉന്തി മാറ്റുന്ന ഭക്തന്റെ ദക്ഷിണയിൽ നിന്നുമാണ് ഇവർക്കും ശമ്പളം കിട്ടുന്നത് എന്ന് ഇവരൊക്കെ എപ്പോഴാണാവോ തിരിച്ചറിയുക. ഗുരുവായൂരിൽ മസാല ദോശ തിന്നാൻ പോകുന്നവർക്കും, റീൽസ് എടുക്കാൻ പോകുന്നവനും, അല്പവസ്ത്രം ധരിച്ച് പൊങ്കാലയിടാൻ വരുന്നവർക്കും, കൊട്ടിയൂരിൽ പുഴയിൽ മുങ്ങുന്നത് വീഡിയോ ആക്കാൻ പോകുന്നവർക്കും ഇതൊന്നും വിഷയമേ അല്ല. എന്നാൽ ഒരു കാര്യം അറിഞ്ഞോളൂ, ഒരു ക്ഷേത്രത്തിലെ ആചാരങ്ങളെ, സമ്പ്രദായങ്ങളെ, പ്രകൃതിയെ നശിപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ശാപമുണ്ടാകും. അത് പ്രകൃതിയുടെ ശാപമാകാം, ദേവതയുടെ ശാപമാകാം, മനുഷ്യരുടെ ശാപമാകാം. നിങ്ങൾക്ക് ശിക്ഷ നൽകണം എന്ന് തോന്നിയാൽ പ്രകൃതി ഭഗവാന്റെ രൂപത്തിൽ നിങ്ങൾക്ക് ശിക്ഷ തന്നിരിക്കും, ഉറപ്പ്. നല്ല വീഡിയോകളും നല്ല റീൽസും ഭക്തർക്കും ഇഷ്ടമാണ്. നല്ല വീഡിയോകൾ വരിക തന്നെ വേണം. വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് ഭക്തരെ ഉപദ്രവിച്ചുകൊണ്ടും ആചാര ലംഘനങ്ങൾ നടത്തിക്കൊണ്ടും ആയിരിക്കരുത് എന്ന് മാത്രം. എല്ലാത്തിനും ഒരു പരിധി വേണം എന്ന് മാത്രം. കാരണം ക്ഷേത്രം എന്നത് ദേവന്റെ വാസസ്ഥലമാണ്. അല്ലാതെ അത് കേവലം ആരാധനാലയമോ സർക്കാർ സ്ഥാപനമോ അല്ല എന്ന് ഭക്തരും ശാന്തിക്കാരും വീഡിയോ പിടിക്കുന്നവരും ക്ഷേത്രം ഭരിക്കുന്നവരും ദേവസ്വം ഉദ്യോഗസ്ഥരുടെ രൂപത്തിൽ വരുന്ന ഗുണ്ടകളും അങ്ങനെ എല്ലാവരും മനസ്സിലാക്കണം എന്ന ഒരൊറ്റ അപേക്ഷ മാത്രമേ മുന്നിൽ വയ്ക്കാനുള്ളൂ. ഓം നമഃ ശിവായ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. ഒന്നായ നിന്നെ ഹരണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽബത മിണ്ടാവതല്ല മമ. പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികളുണ്ടാകയെങ്കിലിയ. നാരായണായ നമ. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ. ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ തോന്നുന്നതാകിലഖിലം. ഞാനിതെന്ന വഴി തോന്നേണമേ